രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ ജയിച്ചവരോടും തോറ്റവരോടും പറയുകയാണ്. എൻ്റെ അച്ഛൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, എടാ രാഷ്ട്രീയം മാറി മറിയാൻ 15 ദിവസവും മതി. ഇത് കണ്ട് സന്തോഷിക്കുകയും വേണ്ട, ഇത് കണ്ട് ദുഃഖിക്കുകയും വേണ്ട. ഈ റിസൾട്ട്, ഈ പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് കണ്ട് സന്തോഷിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. രാഷ്ട്രീയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് അടുക്കുമ്പോൾ ഒരു 10-20 ദിവസത്തിനകത്തുള്ള ഒരു തരംഗമാണ് ഇത് വന്നത്. ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി കൊട്ടാരക്കര നഗരസഭയിൽ മത്സരിച്ച കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാനാർത്ഥികളാണ്. 5 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ വിജയിപ്പിച്ചത്. വിജയിപ്പിച്ച ജനാധിപത്യ വിശ്വാസികളോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാപക നേതാവും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ അനുഗ്രഹത്തോടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഞങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന അധ്യക്ഷനും ഗതാഗത വകുപ്പ് മന്ത്രി കൂടി ആയിട്ടുള്ള ജനകീയനായ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട KB ഗണേഷ് കുമാർ അവരുടെ ശക്തമായ ഇടപെടലും പ്രവർത്തനം മൂലമാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ഞങ്ങൾ വോട്ട് പിടിച്ചിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങളെ വിജയിപ്പിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഞങ്ങളൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിനെ ഈ വലിയ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചത് കൊട്ടാരക്കര കേരള കോൺഗ്രസ് ബിയുടെ മണ്ഡലം കമ്മിറ്റിയാണ്. അത് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട പ്രഭാകരൻ നായർ, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ശങ്കരൻ കുട്ടിച്ചേട്ടന് അടക്കമുള്ള ഇവിടെ നിരവധി നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെയൊക്കെ ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ LDFിൻ്റെ വിജയം അഭിമാനകരമായ വിജയമാണ്, മതേതരത്വത്തിൻ്റെ വിജയമാണ്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ ബഹുമാനായ മന്ത്രി ശ്രീ ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കര നിയമമണ്ഡലത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരും വളരെ അഭിമാനകരമായി പറയുന്നൊരു കാര്യം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇവരുടെ സ്ഥാനാർത്ഥികൾ പലരും ജയിച്ചിരിക്കുന്ന മതേതരത്വത്തിൻ്റെ വിജയമായിട്ടാണ് കാണുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ പാർട്ടിക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ കഴിയും, ശ്രീ ഷാജുവിനെ ഞങ്ങൾ 9ാം വാർഡിൽ നിന്ന് ജയിപ്പിച്ചു എന്ന് പറയുന്നത്. കാരണം അവിടെ സമുദായം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. 9ാം വാർഡിലെ ജനങ്ങളോട് ഞാനാണ് നേരിട്ട് വന്ന് അഭ്യർത്ഥിച്ചത്. അതിൽ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ് എണ്ണത്തിൽ കൂടുതലെങ്കിലും ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് അവിടെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് LDFിൻ്റെ യഥാർത്ഥ മതേതരത്വ മുഖം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങളുടെ മനസ്സിൽ നിന്നും മതേതരത്വവും ജനാധിപത്യവും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പ്രതിഫലിക്കുന്നൊരു വിജയമാണ് ഷാജുവിൻ്റെ വിജയം. അതുപോലെ ഓരോ സ്ഥാനാർത്ഥികളും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണ്. ജാതിക്കും മതത്തിനും അതീതമായ ഗിരീഷ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചുകൊണ്ട് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി മാതൃകാപരമായ ഒരു വിജയമാണ് നൽകിയത്. മറ്റ് ചിന്തകൾക്ക് അതീതമായി നാടിൻ്റെ നന്മയാണ് പ്രധാനം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ശരിക്കും അവരുടെ വോട്ട് ചെയ്തതിലൂടെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി തെളിയിച്ചിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്, അതിൽ നന്ദിയുണ്ട്. രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ ജയിച്ചവരോടും തോറ്റവരോടും പറയുകയാണ്. എൻ്റെ അച്ഛൻ പറയുന്നൊരു ഡയലോഗുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, എടാ രാഷ്ട്രീയം മാറി മറിയാൻ 15 ദിവസവും മതി. ഇത് കണ്ട് സന്തോഷിക്കുകയും വേണ്ട, ഇത് കണ്ട് ദുഃഖിക്കുകയും വേണ്ട. ഈ റിസൾട്ട്, ഈ പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് കണ്ട് സന്തോഷിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. രാഷ്ട്രീയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് അടുക്കുമ്പോൾ ഒരു 10-20 ദിവസത്തിനകത്തുള്ള ഒരു തരംഗമാണ് ഇത് വന്നത്. അതിൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ LDFിനെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ പാർട്ടിക്ക് അഭിപ്രായമുണ്ട്.
എൻ്റെ പാർട്ടിയുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അത് പിന്നെ ശ്രദ്ധിക്കും. അത് അതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കുറ്റവും അക്കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന് കാലം തെളിയിക്കും എന്നേ പറയുന്നു. പല കാര്യങ്ങളിലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ സത്യം കാലം തെളിയിക്കും എന്ന് പറഞ്ഞ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിയമവ്യവസ്ഥയുടെ മുമ്പിൽ സർക്കാർ ഇതിനകത്ത് നിഷ്കളങ്കരും നിരപരാധികളുമാണെന്ന് തെളിയും ഇടതുപക്ഷ മുന്നണി സർക്കാർ. അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയാണ്, അത് സാരമില്ല. അതിപ്പം രാഷ്ട്രീയമാണ്. ഒരു പ്രത്യേക വിഷയം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ആളുകൾ അങ്ങനെ ചിന്തിച്ചതിൽ ജനങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയുള്ള പ്രചരണങ്ങളായിരുന്നു. ആ പ്രചരണങ്ങളെ ശരിയായി നമ്മൾ നേരിട്ടില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അതൊക്കെ മാറും. ഞാൻ പറഞ്ഞ കാര്യം, എൻ്റെ പിതാവ് ഓർമ്മിപ്പിച്ച കാര്യം വീണ്ടും പറയുകയാണ്. രാഷ്ട്രീയമാണ്, അത് മാറി മറിയാൻ 10-20 ദിവസം മതി. അത് കൊണ്ട് ജയിച്ചവർ വലിയ അത്യാഹ്ലാദത്തിന് പോകണ്ട, പരാജയപ്പെട്ടു എന്ന പേരിൽ നിരാശപ്പെടുകയും ചെയ്യേണ്ട എന്ന് ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളായിരുന്നവരോടും ജയിച്ചവരോടും തോറ്റവരോടും ഞാൻ പറയുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എല്ലാം മാറി മറിയാൻ 10-15 ദിവസം മതി. എൻ്റെ അനുഭവമല്ല, 10-70 വർഷം രാഷ്ട്രീയത്തിൽ നിന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 17 സാരഥികളെ വിജയിപ്പിച്ച കൊട്ടാരക്കര നഗരസഭയിലെ ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത്, കഴിഞ്ഞ 4.5 വർഷക്കാലം കൊട്ടാരക്കരയുടെ MLA-യും കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള KN ബാലഗോപാലിൻ്റെ ആ വികസന ജനകീയ പ്രവർത്തനം കൂടി കണക്കിലെടുത്താണ് ഈ വലിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ ഈ വലിയ വിജയം ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 9 വർഷക്കാലത്തെ സംസ്ഥാനം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനവും എല്ലാം ജനങ്ങൾ വിലയിരുത്തി. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ കൊട്ടാരക്കര നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാനായത്.